CBTയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ നമ്മൾ ഇന്നലെ നോക്കി. ഇന്ന് നമ്മൾ ABCD അല്ലെങ്കിൽ ABC മെത്തേഡ് ഇൻ CBT എന്നോ അല്ലെങ്കിൽ ABCD എന്നോ ABCDE എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു ടെക്നിക്കിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഷൻസും സിമ്പിൾ ആയിട്ടുള്ള വേർഷൻസും ഉണ്ട്. നമ്മളിന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഷനാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ മെസ്സേജ് ആയിട്ട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ഈ 2 ദിവസം കൊണ്ട് മനസ്സിലായി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അടുത്തൊരു 35 to 45 മിനിറ്റ് കൊണ്ട് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ABCD എന്ന് നമുക്ക് വിളിക്കാം, ABCD ആ ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തും. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ഇത് ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കാം ഗുണം ചെയ്യുക. ഇതിനു മുമ്പ് CBT ഒക്കെ പഠിക്കുകയും പരിശീലിക്കുകയും ഒക്കെ ചെയ്തവർക്ക് അത്ര ഒരു ഗുണകരമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കത്തില്ല. ഇനി നമ്മൾ ഈ ഒരു ABCDയുടെ ഡിസ്പ്യൂട്ട് ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് വരും. അങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മൾ കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്കും അറേഞ്ച് ചെയ്യും. അപ്പൊ അതൊരു പക്ഷെ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഞാൻ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് പോകുന്നത്. ആരെങ്കിലും ഒരാൾ എങ്ങനെയാണ് ഈ ഒരു CBT രൂപപ്പെട്ടത്, അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ബേസ് ഒരു 2 മിനിറ്റ് കൊണ്ട് പറയണം. കൂടുതൽ സമയം എടുക്കരുത്. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ? ഞാനൊന്ന് ശ്രമിക്കട്ടെ. തീർച്ചയായിട്ടും പറഞ്ഞോളൂ സാർ. ഇന്നലെ ഇല്ലായിരുന്നു, എങ്കിലൊന്ന് ട്രൈ ഇന്നലത്തെ പോയിന്റ്സ് നമുക്ക് അതിലോട്ട് വരാം സാർ. അപ്പോ നോട്ട് ചെയ്താൽ മതി. സാർ സ്വന്തമായിട്ട് ഒന്ന് അതൊന്ന് ട്രൈ ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ സെൻഡ് ചെയ്താൽ മതി. ഞാനത് നോ പ്രോബ്ലം. ഞാൻ മനസ്സിലാക്കിയത് ഡോക്ടർ ആരൺ ബെക്ക് സൈക്കോഡൈനാമിക്സും അങ്ങനത്തെ തിയറീസും വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹം ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. പിന്നെ അദ്ദേഹം സൈക്കാട്രിയിലോട്ട് വന്നു. സാർ പറഞ്ഞതുപോലെ അതിനുശേഷം അദ്ദേഹം സൈക്കോ അനാലിസിസിൽ ഒരു ഡിപ്ലോമ എടുത്തു. അതെ. അപ്പൊ അദ്ദേഹം അത് ആ മനസ്സിലാക്കിയ ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷനിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനൊരു അപര്യാപ്തതകൾ ഉണ്ടെന്നുള്ളതും ഒക്കെ തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തില് ഒബ്സർവേഷനിൽ വന്നത് മനുഷ്യന്റെ ചിന്തകളുടെ രീതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് ചിന്താതലത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യത്തിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതില് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചിലരിൽ അത് ഡിസ്റ്റോർഷൻ പോലെ പ്രതിഫലിക്കുന്ന രീതിയിലാകാം. അപ്പം അങ്ങനത്തെ ഉള്ള ഒരു സമീപനത്തിലൂടെ ആ ഒരു വ്യത്യാസങ്ങൾ അവരെ ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയ്ക്കായിരിക്കും കൂടുതൽ സാധ്യത എന്നുള്ള രീതിയിൽ കുറെ എംപിരിക്കൽ സ്റ്റഡീസ് പല രീതിയിൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സാധനമാണ് കോഗ്നിറ്റീവ് തെറാപ്പി എന്ന് പറയുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കി. താങ്ക് യു സോ മച്ച്. നല്ലൊരു ശ്രമമായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ നമ്മള് ബെക്ക് സൈക്കോ അനാലിസിസ് ചെയ്തു വന്നിരുന്നു. അപ്പോൾ കൗച്ചില് ആൾക്കാരെ കിടത്തും. ഡിപ്രഷൻ ഉള്ള അല്ലെങ്കിൽ ആൻസൈറ്റി ഉള്ള ക്ലയൻസിനെ അവരുടെ ഡ്രീം അനാലിസിസ്, സൈക്കോ അനാലിസിസ് അദ്ദേഹം പഠിച്ചിട്ട് ഡ്രീം അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ച് സെൽഫ് പെർസിക്യൂട്ടിങ് ആയിട്ടുള്ള ഡ്രീംസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടത്. അപ്പൊ അദ്ദേഹം അതിനെക്കുറിച്ച് ഇങ്ങനെ കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി. ഡിപ്രഷൻ ഉള്ള വ്യക്തികളിൽ കുറച്ച് ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ള തോട്ടാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി. ആ ഡിസ്ട്രോട്ടഡ് തോട്ടിനെ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ തോട്ടായി കൺവേർട്ട് ചെയ്യാനായിട്ട് അവരെ സഹായിച്ച സമയത്ത് ഈ സൈക്കോ അനാലിസിസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇദ്ദേഹത്തോടൊപ്പം വർഷങ്ങൾ ഉണ്ടായിരുന്ന ക്ലയൻസ് 4 സെഷൻ കഴിഞ്ഞ് 5 സെഷൻ കഴിഞ്ഞ് ഡോക്ടർ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് അവർ പോകാൻ തുടങ്ങി. അവർ ടെർമിനേറ്റ് ചെയ്ത് പോകാൻ തുടങ്ങി. അപ്പോൾ ബെക്കിന് മനസ്സിലായി ഈ ഡിപ്രഷനിലേക്ക് പോകുന്ന ക്ലയൻസിന്റെ അതിന്റെ പിന്നില് ഒരു തോട്ടിന്റെ ഒരു ഫാക്ടർ ഉണ്ട്. അത്ര ഹെൽപ്ഫുൾ അല്ലാത്ത, ലോജിക്കൽ അല്ലാത്ത, ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ള ഒരു തോട്ട് ഉണ്ടെന്ന് മനസ്സിലായി. അതിനെ പതിയെ ഇങ്ങനെ ചെയ്തു. അത് ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറക്കുകയും ഡിസ്ട്രോട്ടഡ് തിങ്കിങ് ആൻഡ് ഡിപ്രഷൻ എന്നൊരു
പേപ്പർ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഈ പേപ്പർ ഏലിസ് വായിക്കാനിടയായി. REBTയുടെ ഫാദർ ആയിട്ടുള്ള ഏലിസ് വായിച്ചു. ഏലിസ് വായിച്ചിട്ട് ബെക്കിനെ കോണ്ടാക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഏലിസിന്റെ ആശയങ്ങളെ കുറിച്ച്, അദ്ദേഹം ചെയ്തു വരുന്ന തെറാപ്പിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് ആരൻ ബെക്കിനോട് സംസാരിക്കുന്നു. അപ്പോഴാണ് ആരൻ ബെക്കിന് മനസ്സിലാവുന്നത്, ഞാൻ മാത്രമല്ല ഈ ഒരു തലത്തിൽ ചിന്തിക്കുന്നത്, ഇതുപോലെ ചിന്തിക്കുകയും എഴുതുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ കെല്ലിയുടെ പുസ്തകങ്ങൾ, പിന്നെ സ്റ്റോയിക് ഫിലോസഫേഴ്സ്, ഗ്രീക്ക് ഫിലോസഫേഴ്സിന്റെ ചില ആശയങ്ങൾ, ഇതൊക്കെ സ്വാധീനിച്ചിട്ട് ആണ് ഈ ഒരു CBT എന്ന് പറയുന്ന ഒരു ഫോം രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ CBT നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പല തെറാപ്യൂട്ടിക്കൽ മെത്തേഡ്സിൽ നിന്ന്, പല ഇന്റർവെൻഷൻ മെത്തേഡ്സിൽ നിന്ന് കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു, അല്ലെ? പ്രധാനമായിട്ടും ബിഹേവിയറിസത്തിൽ നിന്ന് കാര്യങ്ങൾ എടുത്തു. ആ സമയത്ത് ബിഹേവിയറിസം ഉപയോഗിച്ച് ആൻസൈറ്റിയെ ട്രീറ്റ് ചെയ്യുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള ചില ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഇൻഫ്ലുവൻസിൽ ഈ ബിഹേവിയറൽ ടെക്നിക്കുകൾ പലതും ആരൻ ബെക്ക് ഇതിലോട്ട് എടുത്തു. പിന്നെ നമുക്കറിയാം സൊല്യൂഷൻ ഫോക്കസ് തെറാപ്പിയൊക്കെ അതിൽ നിന്ന് എടുത്തു. അതുപോലെ ധാരാളം തെറാപ്യൂട്ടിക്കൽ ടൂൾസിൽ നിന്ന്, പ്രോബ്ലം സോൾവിങ് തെറാപ്പി, ധാരാളം തെറാപ്പികളിൽ നിന്ന് കടമെടുത്തു. അങ്ങനെയാണ് ഈ ഒരു CBT രൂപപ്പെട്ടു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇന്നും മറ്റു പല തെറാപ്പികളിൽ നിന്നും നല്ല കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് CBT മുന്നോട്ട് പോകുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം, എന്താണ് CBTയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഫിലോസഫി? നിങ്ങളുടെ സ്വന്തം വാക്കിലൊന്ന് പറഞ്ഞേ, എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫിലോസഫി? കോർ ബിലീഫ്. കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CBTയുടെ ഒരു ഫിലോസഫി, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫിലോസഫി, ഹൗ പീപ്പിൾ. Sir, it is not the situation, but the meaning that we give to a situation is the basic philosophy, I think. Yeah, അതാണ് കോർ ആയിട്ടുള്ള ഫിലോസഫി. സിറ്റുവേഷൻ അല്ല, ഇവന്റ് അല്ല, എന്ത് സംഭവിച്ചു എന്നതല്ല, പിന്നെ എന്താണ് ആ വ്യക്തിയുടെ ഫീലിംഗ് സ്വാധീനിക്കുന്നത്? സിറ്റുവേഷനെ എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ പെർസീവ് ചെയ്യുന്നു, സിറ്റുവേഷൻ എങ്ങനെ വ്യൂ ചെയ്യുന്നു. വേറെ ചില വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചു. സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇന്റർപ്രറ്റ്. പിന്നെ സിറ്റുവേഷൻ എന്ത് മീനിങ് നമ്മൾ കൊടുക്കുന്നു. ഓർമ്മയില്ലേ? അൺഹെൽത്ത് ആയിട്ടുള്ള തോട്ടിനെ കറക്റ്റ് ചെയ്യുമ്പോൾ അവരെ കരകയറ്റാൻ പറ്റുന്നു. യെസ്, തോട്ടിനെ നമുക്ക് ഹെൽപ്ഫുൾ ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാരഡോക്റ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്, ഹെൽപ്ഫുൾ അല്ലാത്തൊരു തോട്ട്, ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു തോട്ട്, റാഷണൽ അല്ലാത്തൊരു തോട്ട്, അതിനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു തോട്ടാക്കി മാറ്റാനായിട്ട് സാധിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ ഫീലിംഗില്, ഇമോഷനില് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇമോഷനിൽ ചേഞ്ച് കൊണ്ടുവരുമ്പോൾ എന്തിൽ ചേഞ്ച് ഉണ്ടാകും? ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാകും. കാരണം there is an interplay between affect, behavior and cognition. affect എന്ന് പറഞ്ഞാൽ എന്താ? ഇമോഷൻ. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ തോട്ട്, അല്ലെ, ബിഹേവിയർ. അപ്പൊ നമ്മുടെ തോട്ടാണ്, കോഗ്നിഷൻ ആണ് അഫക്റ്റിനെ തീരുമാനിക്കുന്നത്. അഫക്റ്റ് എന്തിനെ തീരുമാനിക്കുന്നു? ബിഹേവിയറിനെ തീരുമാനിക്കുന്നു. ഈ ബിഹേവിയർ വീണ്ടും നമ്മുടെ തോട്ടിനെ സ്വാധീനിക്കും. ആ തോട്ട് നമ്മുടെ ഇമോഷനെ സ്വാധീനിക്കും. ഇമോഷൻ വീണ്ടും ബിഹേവിയറിനെ സ്വാധീനിക്കും. ഇങ്ങനെ ഇതിന്റെ ഒരു ഇന്റർപ്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ CBT ട്രയാങ്കിൾ എന്നാണ് വിളിക്കുന്നത്. അടുത്ത നമ്മൾ പഠിച്ചത് എന്താ? കോഗ്നിറ്റീവ് ട്രയാഡ്. എന്തൊക്കെയാ, എത്ര ഡൊമൈനായി ട്രയാഡിനകത്തുള്ളത്? 3, അല്ലെ? അതിൽ ഉള്ളത് തന്നെയാണ്, ഉണ്ട് ഓൾറെഡി, അല്ലെ? എന്തിനെ കുറിച്ചൊക്കെയാണ്? Negative thought about self, negative thought about world, negative thoughts about future. നമ്മെ കുറിച്ചുള്ള ഡിസ്ട്രോർട്ടഡ് ആയിട്ടുള്ള തോട്ട്, അല്ലെ? അത്ര നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്, ഹെൽപ്ഫുൾ അല്ലാത്ത തോട്ട്,
പിന്നെ അതേഴ്സിനെ കുറിച്ചും വേൾഡിനെ കുറിച്ചും, മൂന്നാമതായിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച്. ഇതിനെ കോഗ്നിറ്റീവ് ട്രയാഡ് എന്നാണ് വിളിക്കുക. അപ്പൊ ഒരു കോർ ബിലീഫ് ഉണ്ടാവും. എന്തിനെയൊക്കെ കുറിച്ചിട്ടാണ്? സെൽഫിനെ കുറിച്ച്, നമ്മുടെ അതേഴ്സിനെ കുറിച്ച്, വേൾഡിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കോഗ്നിറ്റീവ് മോഡൽ ഒന്ന് ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. Any situation we face, we have emotional feeling about it. That leads to physiological changes or reaction. ചെറിയൊരു വ്യത്യാസമുണ്ട്. Okay. സിറ്റുവേഷനിൽ നമ്മൾ എവിടെയാ പോകുന്നേ? Thoughts. Yeah, അത് we think വിട്ടുപോകരുത്. about അതാണ് it. Yeah, thoughts that leads to how we react. Yes. And the reaction is also physiological and our behavioral. ഇമോഷണൽ ബിഹേവിയർ. എക്സലന്റ്. അപ്പോൾ നമ്മളൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് മോഡലിന്റെ ഉദാഹരണം കണ്ടു. പാർക്കിൽ പോയപ്പോ എന്തിനെ കണ്ടു? ഡോഗിനെ. ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാമോ? തോട്ട് എന്തായിരുന്നു? അൺഹെൽപ്ഫുൾ തോട്ട്. എന്നെ കടിക്കാൻ വരുക. ഓക്കെ, ഈ പട്ടി എന്നെ കടിക്കും. 3 റിയാക്ഷൻസ് ഒന്ന് ആർക്കെങ്കിലും പറയാമോ? അത് കടിക്കും. So there was fear, emotion, and then our body was like we wanted to run away from there. Okay. Behavioral അല്ലെങ്കിൽ നമ്മൾ ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി അല്ലേ? നമ്മൾ ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി. ബിഹേവിയറൽ എന്താണ്? Behavioral, we ran away. പിന്നെ നമ്മൾ ഈ പാർക്കിലേ നടക്കാൻ പോയിട്ടില്ല. ഓക്കെ, ശരി. ഇതിനെ നേരെ തിരിച്ചു പറയൂ. സിറ്റുവേഷൻ, നമുക്ക് പാർക്കിൽ ഡോഗിനെ കണ്ടു. ഹെൽപ്ഫുൾ തോട്ട്. ഡോഗിനോട് ഒരു സ്നേഹം തോന്നി അല്ലേ? ഡോഗ് ഈസ് ക്യൂട്ട് എന്ന് തോന്നി. 3 ഇമോഷൻസ് റിയാക്ഷൻസ് എന്തായിരുന്നു? So we thought he is cute and the dog is cute, so we went we felt good about it, so we wanted to pat him. Okay. ശരി, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെ ഒരു മോഡൽ നമ്മൾ പരിചയപ്പെട്ടു. കോർ ബിലീഫ്, അസംപ്ഷൻ, ഓട്ടോമാറ്റിക് തോട്ട് അല്ലെ? അത് നിങ്ങൾക്ക് പറയാം. അപ്പോ ഇവിടെ എന്താണ് കോർ ബിലീഫ്? കോർ ബിലീഫിന് മുമ്പ് ഒരു സംഭവം ഉണ്ട്. എന്താ? ആർക്ക് പറയാം? കോർ ബിലീഫ് എവിടെ നിന്നാ വരുന്നേ? Early experiences. Early life experience, especially childhood experience. Yes. അപ്പൊ ചൈൽഡ്ഹുഡിന്റെ ഇമ്പോർട്ടൻസ് അല്ലേ? അത് സൈക്കോ അനാലിസിസ് മുതൽ എല്ലാ തെറാപ്പിയിലും നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ചൈൽഡ്ഹുഡ്. അപ്പോ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആയി മാറുമ്പോൾ പാരന്റിങ്ങിൽ വളരെയധികം നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. ധാരാളം പോസിറ്റീവ് പാരന്റിങ് വർക്ക്ഷോപ്പുകൾ നിങ്ങൾ ചെയ്യണം. കാരണം അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഒരു വ്യക്തി എന്തായി തീരണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഭവനത്തിലാണ്. പ്രത്യേകിച്ച് ഏർലി സ്റ്റേജസ് അല്ലെ? നമ്മുടെ ലൈഫിലെ ഏർലി സ്റ്റേജസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പാരന്റിങ്ങിന് ഒരു വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഇവിടെ പറയുന്നുള്ളൂ. അപ്പൊ ഏർലി ലൈഫ് എക്സ്പീരിയൻസുകളാണ് കോർ ബിലീഫിന് കാരണമാകുന്നത്. അപ്പൊ കോർ ബിലീഫ് അസംഷനിലേക്ക് പോകുന്നു അല്ലെ? അസംഷൻ എന്താണ്? നമ്മുടെ ലൈഫ് റൂൾസ് ആണ് അല്ലെ? ലൈഫിലേക്ക് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന റൂൾസ് ആണ്. ഇത് പലപ്പോഴും ഒരു അൺകോൺഷ്യസ് ലെവലിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത് നമുക്ക് സിറ്റുവേഷൻ, ഒരു ഇമ്മീഡിയറ്റ് ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ കോർ ബിലീഫ് ഉണ്ട്, അതിൽ നിന്ന് നമുക്കൊരു റൂള് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഇമ്മീഡിയറ്റ് ഇവന്റ് അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് സിറ്റുവേഷനിൽ എന്തായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും? ഓട്ടോമാറ്റിക് തോട്ടായിട്ട് വരും. ഓട്ടോമാറ്റിക് തോട്ടിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഓട്ടോമാറ്റിക് തോട്ടിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു എന്തോ പറയാൻ, നമ്മൾ അങ്ങനെ ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്നത് പെട്ടെന്ന് നെഗറ്റീവ് ഒരു ഇതിലേക്കാണ്. അപ്പൊ നെഗറ്റീവ് ഓട്ടോമാറ്റിക് കയറി വരും. അങ്ങനെ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊരു
റിയാക്ഷൻ ഉണ്ടാകും. ആ റിയാക്ഷൻ നമ്മൾ പറഞ്ഞതുപോലെ 3 ഡൊമൈനിലാണ്. ഒന്ന് ഇമോഷൻ, ബിഹേവിയർ, പിന്നെ ഫിസിയോളജിക്കലായി. ശരി, അപ്പൊ ഞാൻ അതിൽ കൂടുതൽ ഇപ്പം റിവ്യൂവിന്റെ സമയം ഇച്ചിരി കൂടിപ്പോയി. കോർ ബിലീഫിനെ കുറിച്ചും അത് എങ്ങനെ അസംഷനായി മാറുന്നു, റൂളായിട്ട് മാറുന്നു എന്നതിനെ കുറിച്ചും ഓട്ടോമാറ്റിക് തോട്ടായിട്ട് ഇതെങ്ങനെ കയറി വരുന്നു എന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നമ്മുടെ ബെക്കിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ള നോട്ട്സ് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസസ് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ഈ അസംഷനെ തന്നെയാണ് അതുപോലെ എടുത്ത് നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്ന സംഭവമാണെങ്കിൽ നമ്മൾ 3 ലെയർ ആയിട്ട് പ്രധാനമായിട്ട് കാണുന്നത് കോർ ബിലീഫ്, അസംഷൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് റൂള്, നമ്മുടെ ഓട്ടോമാറ്റിക് തോട്ട്. ഞാൻ ഇന്നലെ ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു ഉദാഹരണം കൂടെ ഇന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് അവിടെ നിന്നാണ് തുടങ്ങാനായിട്ട് പോകുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞ ഉദാഹരണം നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയം ഉണ്ടാവും. ജസ്റ്റ് പെട്ടെന്ന് ഞാനൊന്ന് പറയുന്നു. ലീന എന്നുള്ളൊരു കുട്ടിയാണ്. അപ്പോ അച്ഛൻ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ ഉള്ള ഒരു ആസക്തി രോഗമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആരുടെയോ ഒരു മൈക്ക് ഓണാണ്, ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കുട്ടിക്ക്. അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് വേറൊരു ആളെ ആയിരുന്നു ഇഷ്ടം. തന്റെ അപ്പനേക്കാൾ ഉപരിയായിട്ട് വേറൊരു വ്യക്തിയാണ് ഇഷ്ടം. ആ സമയത്താണ് ഒരു അൺവാണ്ടഡ് ഒരു ചൈൽഡ് ആയിട്ടാണ് ലീന ജനിക്കുന്നത്. അമ്മയുടെ പെരുമാറ്റത്തിലൂടെയും വാക്കുകളിലൂടെയും നീ ഒരു അൺവാണ്ടഡ് ചൈൽഡ് ആണ് എന്ന് പലപ്പോഴും ലീനയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലീനയ്ക്ക് ഒരു കോർ ബിലീഫ് വന്നു. എന്താണ്? ഐ ആം അൺവാണ്ടഡ് അല്ലെങ്കിൽ ഐ ആം അൺലവബിൾ എന്ന ഒരു കോർ ബിലീഫ് വന്നു. അപ്പോൾ അതിൽ നിന്നൊരു ലൈഫ് റൂൾ രൂപപ്പെട്ടു, ഒരു അസംഷൻ രൂപപ്പെട്ടു. എന്താണ്? മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ പെരുമാറണം. മറ്റുള്ളവർ എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രം ഞാൻ പെരുമാറണം. അല്ലെ? എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ പ്ലീസ് ചെയ്യണം. ഒരു പീപ്പിൾ പ്ലീസർ ആയിട്ട് ഞാൻ ജീവിക്കണം. അല്ലെ? മറ്റുള്ളവരുടെ അപ്രൂവൽ എനിക്ക് കിട്ടിയില്ല എങ്കിൽ അതൊരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പലതരത്തിലുള്ള ലൈഫ് റൂൾസ്, അത് ഓരോരുത്തരും എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് ലൈഫ് റൂൾസ് എഴുതപ്പെടും. അപ്പൊ ഇവിടെ ലീനയുടെ അസംഷൻ എന്താണ്, അല്ലെങ്കിൽ ലൈഫ് റൂൾ എന്താണ്? മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെ, മറ്റുള്ളവരുടെ അപ്രൂവൽ കിട്ടുന്ന രീതിയിൽ ഞാൻ പെരുമാറണം. കോർ ബിലീഫ് എന്താണ്? ഐ ആം അൺവാണ്ടഡ്, ഐ ആം അൺലവബിൾ. അങ്ങനെ ലീന ടീനേജ് പ്രായത്തിൽ ഒരു പ്രണയത്തിലാകുന്നു. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ സെക്സ് ഡിമാൻഡ് ചെയ്യുന്നു. യാതൊന്നും നോക്കാതെ പുള്ളിക്കാരത്തി യെസ് പറയുന്നു. അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സെക്സ് ആക്ടിവിറ്റിയിലേക്ക് കയറുന്നു. ടീനേജ് പ്രഗ്നൻസി വരുന്നു. അല്ലെ? ആ സമയത്തുള്ള ഓട്ടോമാറ്റിക് തോട്ട് എന്താണ്? എന്നെ ആർക്കും വേണ്ട, അവരവരുടെ സുഖത്തിന് വേണ്ടി മാത്രം എന്നെ യൂസ് ചെയ്യുന്നു എന്നാണ് ഓട്ടോമാറ്റിക് തോട്ട്. ആ ഓട്ടോമാറ്റിക് തോട്ട് 3 റിയാക്ഷൻസിലോട്ട് ആ കുട്ടിയെ നയിച്ചു. ഒന്ന് ഇമോഷണൽ റിയാക്ഷൻ ആണ്. ആൻഷ്യസ് ആയി, ആങ്കറായി, അമ്മയോട് ദേഷ്യമായി, അച്ഛനോട് ദേഷ്യമായി, ആ ചെറുക്കനോട് ദേഷ്യമായി, സ്വയം ഒരു ദേഷ്യം, ഒരു പക, അല്ലെ, എല്ലാവരോടും ഒരു പക, ലോകത്തോട് തന്നെ ഒരു പക. ഡിപ്രഷനിലേക്ക് പോകും, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഇമോഷനിലേക്ക് ആ കുട്ടി വഴുതി പോകും. പിന്നെ ശരീരത്തിന്റെ റിയാക്ഷൻസ് എന്തൊക്കെയായിരുന്നു? എപ്പോഴും അസുഖം, എപ്പോഴും തലവേദന, എപ്പോഴും ശരീരവേദന, ശരീരത്ത് അവിടെ ഇവിടെയും ഒക്കെ നീര് വരുന്നു. അങ്ങനെയുള്ള ഒരു ബോഡി റിയാക്ഷൻ ആ കുട്ടിക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ബിഹേവിയർ, അല്ലെ, ഒത്തിരി ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാകുന്നു. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു, പെട്ടെന്ന് കരയുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ട. അപ്പൊ ഇതാണ് റിയാക്ഷൻസ്. ക്ലിയർ അല്ലേ? ഒരു കേസ് കൂടെ ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ പോകാം. അപ്പോ ഈ കുട്ടിയുടെ പേര് ഇവിടെ ഇല്ലാത്ത പേര് തന്നെ ആകണമേ എന്നാണ്. എനിവേ ഉണ്ടെങ്കിലും കുഴപ്പമില്ലല്ലേ. സനിത എന്ന് വിളിക്കാം. സനിത എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ആദ്യം പറയുന്നത്. അമിതമായ വിമർശനം, മറ്റുള്ളവരുമായിട്ടുള്ള താരതമ്യപ്പെടുത്തൽ, ഇതാണ് ഈ കുട്ടിയുടെ ഏർലി ലൈഫ് എക്സ്പീരിയൻസ്. എന്ത് ചെയ്താലും വിമർശിക്കും, മറ്റുള്ളവരുമായിട്ട് വെറുതെ താരതമ്യപ്പെടും. അവനെ നോക്കണടി, അവൻ എത്ര നന്നായിട്ട് പഠിക്കുന്നു, ഇവൻ എത്ര നന്നായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഈ കുട്ടിയെ മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യപ്പെടുത്തും.
അപ്പോ കോർ ബിലീഫ് രൂപപ്പെട്ടു, ഐ ആം ഇൻഫീരിയർ, മറ്റെല്ലാവരും നല്ലവരാണ്, അല്ലെ, മറ്റുള്ളവരെല്ലാം ഓക്കെ ആണ്, ഐ ആം നോട്ട് ഓക്കെ, ഞാൻ ഇൻഫീരിയർ ആണ് എന്നുള്ളൊരു കോർ ബിലീഫ് രൂപപ്പെട്ടു. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, സമയക്കുറവ് കൊണ്ട്. അതിൽ നിന്ന് രൂപപ്പെടാവുന്ന അസംഷൻസ്, അല്ലെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്റെ മൂല്യം മറ്റുള്ളവർ എന്നെ എന്ത് ചിന്തിക്കുന്നു എന്നതിൽ നിന്നാണ്. ഇത് ഞാൻ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും, അല്ലെ, ഞാനും ഇത് നേരിട്ടിട്ടുണ്ട്, പലപ്പോഴും നമുക്കുള്ള ഒരു അസംഷൻ ആണ് എന്റെ വാല്യൂ തീരുമാനിക്കുന്നത് ആരാണ്? മറ്റുള്ളവർ. വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയുണ്ട്, ഞാൻ സമയക്കുറവ് കൊണ്ട് പറയുന്നില്ല. ഒരു കുട്ടിയുടെ കയ്യിൽ ഈ ഒരു കല്ല് കൊടുത്തിട്ട് ഇതിന്റെ വില അന്വേഷിക്കാനായിട്ട് അപ്പൻ വിടും, അല്ലെ. ഒരു സാധാരണക്കാരന്റെ കൊടുക്കുമ്പോൾ 10 രൂപ പറയും. അതെ അതെ, ഒരു സ്വർണ്ണക്കടക്കാരൻ 100 രൂപ പറയും. ഒരു രത്ന വ്യാപാരിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ 1 ലക്ഷം പറയും. ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടിട്ടാണ്, ഓരോരുത്തരുടെയും ധാരണ അനുസരിച്ചിട്ടാണ് ആ കല്ലിന് വിലയിട്ടത്, ഓരോരുത്തരുടെ അറിവ്, അല്ലെ, വച്ചിട്ടാണ്. അപ്പോ ഇതുപോലെയാണ് നമുക്ക് മനുഷ്യർ വിലയിടുന്നത്. പക്ഷെ ഈ കുട്ടിയുടെ കോർ ബിലീഫിൽ നിന്ന് ഈ കുട്ടി പോയ അസംഷൻ എന്താണ്? എന്റെ മൂല്യം മറ്റുള്ളവരുടെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് എന്നുള്ളതാണ്. അപ്പോ ഒരു ക്രിട്ടിക്കൽ ഇവന്റ് ഉണ്ടായി. എന്താണ്? റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ്. ആ സമയത്ത് ഒരു ഓട്ടോമാറ്റിക് തോട്ട് ഡെവലപ്പ് ചെയ്തു, എനിക്കെന്തോ കുഴപ്പമുണ്ട്. അപ്പം ഐ ആം ഇൻഫീരിയർ എന്നുള്ള കോർ ബിലീഫിൽ നിന്ന് എന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിൽ നിന്നും ആണ് എന്നുള്ള ഒരു ലൈഫ് റൂൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആ കുട്ടിയുടെ ഓട്ടോമാറ്റിക് തോട്ട് എന്തായിരുന്നു? എനിക്കെന്തോ കുഴപ്പം ഉണ്ട്, സംതിങ് ഈസ് റോങ് വിത്ത് മീ. അപ്പോ ഇതിന്റെ ബിഹേവിയറൽ ഇമ്പാക്ട് എന്തായിരുന്നു എന്നറിയാമോ? ഈ കുട്ടി സോഷ്യൽ വിഡ്രോവൽ, സൊസൈറ്റിയെ ഫേസ് ചെയ്യാനായിട്ട് മടി, എനിക്കെന്തോ കുഴപ്പമുണ്ട്, ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല, പ്രോകാസ്റ്റിനേഷൻ, ഒന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ല. അടുത്ത ഇമോഷണൽ ആയിട്ട് എന്തൊക്കെ ആയിരിക്കാം? ഒരു പെർസിസ്റ്റന്റ് ആയിട്ട് ഒരു സാഡ് ഫീലിംഗ്, എപ്പോഴും ഒരു സാഡ്, എപ്പോഴും ഒരു ആൻസൈറ്റി, എപ്പോഴും ഒരു ഗിൽറ്റ് ഫീലിംഗ്, ഇതൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റ് പല ഇമോഷൻസും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഫിസിക്കലായിട്ടുള്ള എന്താണ്? ഉറക്കമില്ല, ശരിയായിട്ട് ഒരു സെൽഫ് കെയർ ഇല്ല. അപ്പൊ ഇതുപോലെ ഒരു ലീഡർഷിപ്പിലേക്ക് വരാനായിട്ട്, ഉത്തരവാദിത്വം എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള ധാരാളം ബിഹേവിയറൽ പ്രോബ്ലം, ചിലപ്പോ പിന്നെ ധാരാളം ബിഹേവിയറൽ ഇഷ്യൂകൾ. ഇത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? യെസ്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത്രയും ഞാൻ റിവ്യൂവിന് ചെലവഴിച്ചത് ഇനി പറയുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കാനായിട്ട് പോകുന്നത് ആൽബർട്ട് ഏലിസ് മുന്നോട്ട് വെച്ചതും പിന്നെ ബെക്ക് പിന്തുടർന്നതുമായിട്ടുള്ള, ഒരുപക്ഷെ ബെക്കാണ് ഇതിനെ ഒരുപക്ഷെ ഏറ്റവും പോപ്പുലറൈസ് ചെയ്തത്, പക്ഷെ ആൽബർട്ട് ഏലിസ് ആണ് ഇത് കണ്ടെത്തുകയും ഇതിനെ ഉപയോഗിക്കുകയും ചെയ്തത്. ABC മോഡൽ അല്ലെങ്കിൽ ABCD മോഡൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ABC മോഡൽ, ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് നമ്മൾ നോക്കും. എന്താണ് A, എന്താണ് B, എന്താണ് C? അപ്പൊ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേറ്റിംഗ് ഇവന്റ് ആണ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീഫ് ആണ്, C എന്ന് പറഞ്ഞാൽ കോൺസിക്വൻസ് ആണ്, ഇനി D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ട് ആണ്. അപ്പൊ നിങ്ങളുടെ പേപ്പർ ഞാൻ എടുക്കാനായിട്ട് പറഞ്ഞു. നിങ്ങളുടെ പേപ്പറിനെ ഒന്ന് മടക്കണം. അതില് 4 അല്ലെങ്കിൽ വരച്ചാലും മതി, 4 കോളം ഇങ്ങനെ ഇടണം. എന്നിട്ട് ABCD എന്ന് നിങ്ങൾ എഴുതണം. അപ്പോ ഈ ABCD ടെക്നിക്കിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പൊ ഒന്നാമത് ഹെൽപ്പിംഗ് ദ ക്ലയന്റ് ടു ചെക്ക് ഔട്ട് ദ റിയാലിറ്റി ഓഫ് ദെയർ ബിലീഫ്സ്.
ഈ ഒരു ABCD ആക്ടിവിറ്റിയിലൂടെ നമ്മളൊരു ക്ലയന്റിനെ നയിക്കുമ്പോൾ അവരുടെ ബിലീഫിന്റെ റിയാലിറ്റിയെ കുറിച്ചുള്ള ഒരു ബോധം നമ്മൾ അവർക്ക് കൊടുക്കും. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗോൾ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും ബിലീഫിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ ബിലീഫ് എങ്ങനെ ആയിരിക്കുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധം, ഒരു സൈക്കോ എഡ്യൂക്കേഷൻ നമ്മുടെ ക്ലയന്റിന് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഇതിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പോ ഈ ഇറാഷണൽ ബിലീഫ് ഈ ABC ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ ഇറാഷണൽ ബിലീഫിനെ അഡ്രസ് ചെയ്യുന്നത് ഈ കോഗ്നിറ്റീവ് തെറാപ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട്, ഒരു മേജർ ടൂളായിട്ട് ഇത് നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു ബിലീഫ് സിസ്റ്റം, നമ്മുടെ ഒരു ബിലീഫ് എങ്ങനെയായിരിക്കുന്നു, അതിന്റെ റിയാലിറ്റി എന്താണ് എന്ന് ക്ലയന്റിന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 പോയിന്റ് ആയിട്ട് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും. അതിൽ ഒന്ന്, ഹെൽപ്പ് ദ ക്ലയന്റ് അണ്ടർസ്റ്റാൻഡ് ദ ഇമോഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ് ആർ കോസ്ഡ് ബൈ ബിലീഫ് ഓർ തിങ്കിങ്. അപ്പോൾ നമ്മളൊരു സൈക്കോ എഡ്യൂക്കേഷൻ ഇതിലൂടെ അവർക്ക് കൊടുക്കുകയാണ്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? നിങ്ങളുടെ തിങ്കിങ് അല്ലെങ്കിൽ ബിലീഫ് അത് നിങ്ങളുടെ ഇമോഷനുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു, ബിഹേവിയറുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ക്ലയന്റിനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് സഹായിക്കാനായിട്ട് ഈ ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കും. ABC ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കും. ഷോ ഹൗ ദ റെലവന്റ് ബിലീഫ്സ് മേ ബി അൺകവേർഡ്. എങ്ങനെയാണ് നമുക്ക് ഈ ബിലീഫിനെ അൺകവർ ചെയ്യാനായിട്ട് പറ്റുന്നത് എന്ന് നമ്മൾ ABCD ടെക്നിക്കിലൂടെ ക്ലയന്റിനെ പറഞ്ഞു കൊടുക്കും, അതിന് അവരെ സഹായിക്കും. അടുത്ത്, എങ്ങനെയാണ് നമുക്ക് ഈ ഇറാഷണൽ ആയിട്ടുള്ള ബിലീഫ്സിനെ, ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ള തിങ്കിങ്ങിനെ, അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള തോട്ടിനെ നമുക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുക, അതിനെങ്ങനെയാണ് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുക. എന്ത് വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്? റാഷണൽ ആയിട്ടുള്ള, ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് തോട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളൊരു കൃത്യമായ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ നമ്മൾ ABC ടെക്നിക്കിലൂടെ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ക്ലയന്റിനെ ഒരു ആക്ഷനിലേക്ക് നയിക്കാനായിട്ട് ഹോംവർക്ക് കൊടുക്കാൻ നമ്മൾ ഇത് ഹോംവർക്ക് ആയിട്ട് കൊടുക്കും. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ABC CBT ജേർണലിംഗ് എന്ന് പറയുന്ന ഡയറികൾ തന്നെയുണ്ട്. അപ്പൊ അതിനകത്ത് ഡേറ്റ് ഉണ്ടാവും, ഓരോ ഡേറ്റിനും ഓരോ പേജ് ഉണ്ടാവും. അവിടെ ABCDE എന്നൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഉണ്ടായ ഇമോഷൻ, ആ ഇമോഷനെ ട്രിഗർ ചെയ്ത ഇവന്റ്, ആ ഇമോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരുന്ന തോട്ട്, അതിന്റെ കോൺസിക്വൻസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ ആ ഒരു ജേർണലിംഗ് ചെയ്യും. അങ്ങനെ കുറച്ച് നാൾ ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ തന്നെ തെറാപ്പിസ്റ്റ് ആയിട്ട് മാറും. ജേർണലിംഗിന്റെ ആവശ്യമില്ലാതെ, മറ്റുള്ളവരുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് ഒരു ഇമോഷൻ ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് സ്ട്രെസ് ഫീൽ ചെയ്യുമ്പോൾ, എന്ത് ഇവന്റാണ് ഇതിലേക്ക് നയിച്ചത്, ഇതിലേക്ക് എനിക്ക് ഈ ഇവന്റ് കാരണം സ്ട്രെസ് ഉണ്ടാകാനായിട്ട് എന്ത് ബിലീഫാണ് കാരണമായത്, ആ ഒരു ബിലീഫിനെ ഡിസ്പ്യൂട്ട് ചെയ്യാനായിട്ട് എന്ത് മാർഗം നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു 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 പാറ്റേൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കുകയും നമുക്ക് സ്ട്രെസ് ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്, നമുക്ക് ആൻസൈറ്റി ഫീലിംഗ് ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്, നമുക്ക് സാഡ്നെസ് ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ അതിൽ തുടരാതെ, അതിൽ ഹൂക്ഡ് ആകാതെ, അതിൽ തന്നെ തൂങ്ങിക്കിടന്ന് ആടാതെ, അതിൽ കിടന്ന് പിടയാതെ നമുക്ക് അതിൽ നിന്ന് ഒരു അതിജീവനം നേടാനായിട്ട്, അതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ CBTയുടെ ബേസിക് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ തിയറി എന്ന് തന്നെ നമുക്ക് വിളിക്കാം. എന്താണ്? നമ്മുടെ ഇമോഷനും ബിഹേവിയറും
തീരുമാനിക്കുന്നത് നമ്മുടെ തോട്ടാണെന്നുള്ളത് കൃത്യമായിട്ട് ക്ലയന്റിന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഈ ABCD ടെക്നിക്ക് നമ്മളെ സഹായിക്കുന്നു. രണ്ടാമതായിട്ട് അവരുടെ ബിലീഫിനെ അൺകവർ ചെയ്ത് കൊടുക്കാനായിട്ട് അതിന് നമുക്ക് സഹായിക്കാനായിട്ട് ABCD ടെക്നിക്ക് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹെൽപ്ഫുൾ അല്ലാത്ത ഇറാഷണൽ ആയിട്ടുള്ള തോട്ടിനെ ഡിസ്പ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ABCD ടെക്നിക്ക് നമ്മളെ സഹായിക്കുന്നു. നമുക്ക് റാഷണൽ ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെ പോസിറ്റീവ് ആയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള തോട്ട് ക്ലയന്റിൽ വരുത്താനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നു. അവരെ ഒരു ആക്ഷനിലേക്ക് നയിക്കാനായിട്ട് ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒരു ഹോംവർക്ക് ആയിട്ട് നമുക്ക് ഈ ഒരു ABCD ടെക്നിക്ക് ഗുണം ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഏലിസ് ഈ ABCD ടെക്നിക്ക് കൊണ്ടുവന്ന സമയത്ത് ചില ഇൻസൈറ്റുകൾ അദ്ദേഹം പറഞ്ഞത് ഇൻസൈറ്റുകൾ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ABCD ടെക്നിക്കിലൂടെ എന്ത് ഇൻസൈറ്റിംഗ് ആണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള ബിലീഫ് എന്നുള്ള വാക്കാണ് കൂടുതൽ ഏലിസ് ഉപയോഗിച്ചത്. അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള ബിലീഫ്സിനെ ഹോൾഡ് ഓൺ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് എന്തുണ്ടാക്കുന്നു? സൈക്കിക് പെയിൻ ഉണ്ടാക്കുന്നു. എത്രമാത്രം സമയം നമ്മൾ ഈ അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള തോട്ടിൽ പിടിച്ചു തൂങ്ങി നിൽക്കുമോ അത്രത്തോളം നമുക്ക് സൈക്കിക് പെയിൻ ഉണ്ടാകും. നമ്മളൊരു ബാറിൽ പിടിച്ചിങ്ങനെ തൂങ്ങി കിടക്കുവാണ് അല്ലെ, കുറച്ച് സമയമൊക്കെ നമുക്ക് കിടക്കാം, നമുക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ. പക്ഷെ കുറെ സമയം കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിന് വേദന ഉണ്ടാവും. എത്ര സമയം നമ്മൾ അതിൽ തൂങ്ങി കിടക്കുമോ അത്രയും സമയം നമ്മുടെ ശരീരം വേദനിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ABCD ടെക്നിക്കിലൂടെ ക്ലയന്റിന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? എത്രയും പെട്ടെന്ന് ഈ പിടിയിൽ വിടുക. പിടി എന്ന് പറയുന്നത് നമ്മുടെ അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള തോട്ടാണ്. എത്രമാത്രം സമയം ആ ഒരു ഇറാഷണൽ ബിലീഫിൽ നമ്മൾ തൂങ്ങിക്കിടക്കുമോ അത്രത്തോളം നമ്മുടെ സൈക്കിക് പെയിനിന് അത് കാരണമാകും. അതുകൊണ്ട് ഹോൾഡ് ഓൺ ടു ദ അൺഹെൽപ്ഫുൾ തോട്ട് ഈസ് നെവർ ഗോയിങ് ടു ഹെൽപ്പ് യു. എത്രയും പെട്ടെന്ന് നീ അതിൽ നിന്ന് പിടിവിട്, എത്രയും പെട്ടെന്ന് അതിനകത്തുനിന്ന് അൺഹൂക്കി. മത്സ്യം വന്നിട്ട് ഹൂക്കിലോട്ട് കയറി കുടുങ്ങുവാണ് അല്ലെ, അവിടെ കിടന്ന് പിടയ്ക്കുന്നു. അൺഹൂക്ക് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ എത്രമാത്രം പിടയ്ക്കുമോ അത്രത്തോളം വേദന ഉണ്ടാകത്തുള്ളൂ. സോ എത്രമാത്രം നേരത്തെ അൺഹൂക്ക് ചെയ്യാൻ പറ്റുമോ അൺഹൂക്ക്, എത്രമാത്രം നേരത്തെ പിടിവിടാൻ പറ്റുമോ പിടിവിട്. അങ്ങനെ ഒരു ഇൻസൈറ്റ് കൊടുക്കാനായിട്ടാണ് ഏലിസ് ഈ ABCD ടെക്നിക്ക് കണ്ടുപിടിച്ചത്. അടുത്ത ഇതിന്റെ മറ്റൊരു വശം തന്നെയാണ് നിങ്ങളുടെ അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇറാഷണൽ ആയിട്ടുള്ള ബിലീഫിൽ നിന്ന് നിങ്ങൾ മാറിയില്ല എങ്കിൽ, അതിനെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ എഫേർട്ട് എടുത്തില്ല എങ്കിൽ അല്ലെ, യു ഹാവ് ടു വർക്ക് ഹാർഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കഠിനാധ്വാനം ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സൈക്കോളജിക്കൽ ഹെൽത്ത് അനുഭവിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇഫ് യു വാണ്ട് ടു ബി ഹെൽത്തി അല്ലെ, പേഴ്സൺ ഹെൽത്ത് എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ഹെൽത്ത് മാത്രമല്ലല്ലോ, മാനസികമായിട്ടുള്ള ഹെൽത്ത് ആണ്. അങ്ങനെ ഒരു മാനസിക ആരോഗ്യം നിങ്ങൾക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ, ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തോട്ടിനെ തിരിച്ചറിയുകയും ആ തോട്ടിനെ ഡിസ്പ്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുകയും ആ സ്കില്ല് നിങ്ങൾ ഏൺ ചെയ്തിരിക്കുകയും ചെയ്യണം എന്നാണ്. അപ്പൊ മാനസികമായ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം നമ്മുടെ ഇറാഷണൽ ബിലീഫ്സിനെ കണ്ടെത്തുക എന്നുള്ളതും അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതുമാണ്. അപ്പോൾ അതിനുള്ളൊരു ഇൻസൈറ്റ് നൽകലാണ് ABCD ടെക്നിക്ക്. വളരെ അറിയാതെ ഓൺ ആയതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യണേ. ചോദ്യം. താങ്ക് യു. അപ്പൊ ഞാനൊരു ചെറിയൊരു ഉദാഹരണം, ഇനി നമ്മൾ ഉദാഹരണത്തിലേക്ക് കടക്കുകയാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇഗ്നോയുടെ പുസ്തകമാണ്. ഒരു പക്ഷെ സെക്കൻഡ് ഇയർ ഒരുപക്ഷെ നിങ്ങൾ പഠിക്കുന്ന MA സൈക്കോളജി ചെയ്യുമ്പോൾ പഠിക്കുന്ന ഒരു പോർഷനിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഉദാഹരണം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പലരും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും.
നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ഇനി ഞാൻ വേറെ സമയം കിട്ടുവാണെങ്കിൽ വേറെ ചില ഉദാഹരണങ്ങൾ കൂടെ നമുക്ക് നോക്കി പോകാവുന്നതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് അല്ലെ ആക്ടിവേറ്റിംഗ് ഇവന്റ് ആണ്. ഈ ആക്ടിവേറ്റിംഗ് ഇവന്റിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ പറയട്ടെ. ഈ ആക്ടിവേറ്റിംഗ് ഇവന്റ് റിയൽ ആകണമെന്നില്ല. ചിലപ്പോൾ ഇത് റിയൽ ആയിരിക്കാം, റിയൽ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഇവന്റ് ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റും ആകാം കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റും ആകാം. ചിലപ്പോൾ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു തോട്ട് മാത്രമാകാം, അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഇമേജ്, ഒരു മെമ്മറിയോ മാത്രമാകാം. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഒരു ആക്ടിവേറ്റിംഗ് ഇവന്റ് ഉണ്ട്. നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു ചങ്കിനെ കാണുന്നു. നമ്മുടെ ചങ്കിനെ കാണുകയും അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രോയെ കാണുകയും ആ ചങ്ക് നമ്മളെ തിരിച്ച് അക്നോളജ് ചെയ്യാതിരിക്കുകയും ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകുന്നു, നമ്മുടെ ബ്രോയെ കാണും, നമ്മൾ ഹായ് പറയുന്നു. ആ ബ്രോയാണെങ്കിൽ നമ്മളെ കണ്ടിട്ട് കാണാതെ അങ്ങ് പോകും. ഇതാണ് ആക്ടിവേറ്റിംഗ് ഇവന്റ്. അടുത്ത് നമ്മൾ നേരെ പോകുന്നത് സീലോട്ടാണ്. നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ സീലോട്ടാണ്. ഇങ്ങനെ ഒരു ഫ്രണ്ട് നമ്മളെ കണ്ടിട്ട് കാണാതെ പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകാവുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ്? ഇൻസൾട്ട്. നമ്മൾ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നു. hurt, anger, sad, okay, disappointment, yes. ചിലര് വളരെ ഡിപ്രഷനിലേക്ക് പോകും. അപ്പോ ആക്ടിവേറ്റിംഗ് ഇവന്റ് എന്തായിരുന്നു? ഫ്രണ്ട് കണ്ടിട്ട് സംസാരിച്ചില്ല. കോൺസിക്വൻസ് എന്തായിരുന്നു? ഇമോഷൻ എന്തായിരുന്നു? സാഡ്നെസ് അല്ലെങ്കിൽ ഡിപ്രഷൻ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ആങ്കറിലേക്ക് പോകും. പിന്നെ നമ്മൾ ബിയിലേക്ക് വരികയാണ്. ബിയിലേക്ക് വരുന്നത് എന്താണ്? നമ്മുടെ ബിലീഫാണ്. അപ്പൊ നമുക്കറിയാലോ ഇവിടുത്തെ കോർ ഫിലോസഫി എന്താണ്? കോർ ബിലീഫിലേക്ക് എത്തിക്കുക. എന്താണ് ഈ ഒരു കോറായിട്ടുള്ള ഫിലോസഫി എന്താണ്? നമ്മുടെ ഈ ആക്ടിവേറ്റിംഗ് ഇവന്റ് അല്ല നമ്മൾ എന്ത് ചെയ്തത്? ട്രിഗർ ചെയ്തത്, നമ്മളെ കോൺസിക്വൻസിലേക്ക് കൊണ്ടുപോയത്. അവിടെ ഇമോഷനിൽ നമ്മൾ വളരെ ഹേർട്ടായി, നമ്മൾ വളരെ ഡിപ്രസ്ഡ് ആയി. ഇനി ബിഹേവിയറൽ ആയിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ടാവും കേട്ടോ. സിയില് ബിഹേവിയറൽ കോൺസിക്വൻസും ഉണ്ടാവും. ആയിരിക്കും നമ്മുടെ ഒരു ഫ്രണ്ട് കണ്ടിട്ട് നമ്മളെ മൈൻഡ് ചെയ്തില്ല, നമുക്ക് വല്ലാത്ത ഒരു ഡിപ്രഷൻ ഉണ്ടായി, സാഡ്നെസ് ഉണ്ടായി. ബിഹേവിയറൽ കോൺസിക്വൻസ് എന്തായിരിക്കും? നമ്മള് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കോള് പിന്നീട് നമ്മളും ഇഗ്നോർ ചെയ്യും. ആ പുള്ളിക്കാരനെ മാത്രമല്ല ഇഗ്നോർ ചെയ്യുക, കണ്ടാൽ അവനെയും ചിലപ്പോ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. അല്ലെ? എന്തോ നമ്മള് പിന്നെ ഇന്നൊരിക്കൽ ആ പുള്ളിയെ കണ്ടാൽ പിന്നെ മൈൻഡ് ചെയ്യത്തില്ല. നമ്മള് തിരിച്ചങ്ങോട്ട് അങ്ങനെ എക്സ്പ്രസ് ചെയ്യും. ഇച്ചിരി മദ്യപിക്കുന്ന ശീലമുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യും? അതറിയില്ല. അന്ന് വീട്ടിൽ പോയിട്ട് ഒരു പെക്ക് അടിക്കുന്ന ആള് എത്ര പെക്ക് അടിക്കും? 2 പെക്ക് അടിക്കും അല്ലെ? അങ്ങനെ പലതരത്തിലുള്ള ഓരോ വ്യക്തിയുടെ സിറ്റുവേഷൻ അനുസരിച്ചും രീതികൾ അനുസരിച്ച് പലതരത്തിലുള്ള കോൺസിക്വൻസ്, ബിഹേവിയർ കോൺസിക്വൻസ് ഉണ്ടാവും. ഈഗോയോ ആയിട്ട് നമുക്ക് ഇവിടെ ഇതിനെ കണക്ട് ചെയ്യണം. നമുക്ക് തൽക്കാലം ഇതിൽ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഹേർട്ടാണ്, സ്ട്രെസ് ആണ് ഉണ്ടാവുന്നത്, ആങ്കർ ആണ് ഉണ്ടാവുന്നത്. ആ ഇമോഷനായിട്ട് കോപ്പപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹം ചിലപ്പോൾ മദ്യപിച്ചെന്നിരിക്കാം കൂടുതലായി. സാധാരണ മദ്യപിക്കുന്നതിൽ കുറച്ച് മദ്യം കൂടുതൽ കഴിയും. സാധാരണ പുകവലിക്കുന്നതിനേക്കാളും 2 സിഗരറ്റ് കൂടുതൽ കഴിയും. അത് ആ ഒരു ബിഹേവിയറൽ ഇമ്പാക്റ്റ് ആണ്. അപ്പോ ആക്ടിവേറ്റ് ഇവന്റ് നമുക്കൊരു ഇമോഷൻ തന്നു. ഒരു കോൺസിക്വൻസ് എന്തായിരുന്നു? ഇമോഷനാണ്. അത് കോൺസിക്വൻസിൽ 3 കാര്യങ്ങൾ എഴുതണം. നമുക്കറിയാലോ എന്തൊക്കെയാണ്? ഇമോഷണൽ കോൺസിക്വൻസ് ഉണ്ട്, ഫിസിക്കൽ കോൺസിക്വൻസ് ഉണ്ട്, ബിഹേവിയർ. ഈ 3 കോൺസിക്വൻസ് ഉണ്ടായി. നമ്മുടെ CBTയുടെ ബേസിക് ഒരു ഫിലോസഫി വെച്ചിട്ട് ഈ ആക്ടിവേറ്റിംഗ് ഇവന്റ് അല്ല എന്തിലേക്ക് കൊണ്ടുപോയത്? കോൺസിക്വൻസിലേക്ക് കൊണ്ടുപോയത്. നേരെ മറിച്ച്
ബിലീഫാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കി. കാരണം അവൻ എന്നെ ഇഷ്ടപ്പെടുന്നില്ല. കോർ ബിലീഫ് എന്തായിരിക്കും? ഞാൻ എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. I am worthless. Yes. I am worthless. I am acceptable as a friend. എഴുതി വെച്ചിരിക്കുന്ന അസംഷൻ എന്തായിരിക്കും? ലൈഫ് റൂൾ എന്തായിരിക്കും? എനിക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകില്ല. എങ്കിലും നമ്മൾ സാധാരണ ആ ഒരു വർത്ത്ലെസ്നെസ്സിനെ നമ്മൾ അസംഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഹാപ്പി ആകണമെങ്കിൽ, എനിക്ക് എന്നെ കാണുന്നവരെല്ലാവരും എന്നെ എന്ത് ചെയ്യണം? എല്ലാവരും ഇഷ്ടപ്പെടണം, അല്ലെ? എല്ലാവരും എനിക്ക് ഹായ് തരണം. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഏകദേശം ഒക്കെ? അയാള് സാഡ് ആയിരിക്കും, ആങ്കർ ഉണ്ടാവും, പിന്നെ ഓരോരുത്തരും ഒരു പിന്നെ ചിലർക്ക് ഭയങ്കര ഹേർട്ട് ആയിരിക്കും, ഓവർ തിങ്കിങ് ഉണ്ടാവും. അതെ, നെഗറ്റീവ്സ് ആയിരിക്കും തിങ്ക് ചെയ്യുന്ന കൂടുതൽ. തോട്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് ആൻഷ്യസ്. സാറ് പറഞ്ഞില്ലേ, അതായത് കോൺസിക്വൻസ് വരുമ്പോ അത് ഇമോഷണൽ ആയിരിക്കും, ഫിസിയോളജിക്കലായിരിക്കും, ബിഹേവിയറിലായിരിക്കും, അല്ലെ? അപ്പം ഇയാളുടെ ഒരു ഇമോഷൻ എന്ന് പറയുമ്പോൾ സാഡ് ആകാം, ആൻഷ്യസ് ആകാം, ഡിപ്രസ്ഡ് ആവാം, ഹേർട്ട് ആവാം, ആങ്കർ ആകാം. ഇറ്റ് ഡിപ്പെൻഡ്സ്. ഫിസിയോളജിക്കലാവുമ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു തലവേദന, ശരീരത്തിനൊരു വല്ലായ്മ, അന്ന് ഉറങ്ങത്തില്ല. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അന്ന് ഉറക്കത്തില്ല, ചിലര് ഭക്ഷണം കഴിക്കത്തില്ല. അതൊരു പക്ഷേ ബിഹേവിയറിൽ നമുക്ക് കണക്ട് ചെയ്യാം. ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ കാണുമ്പോൾ ഇഗ്നോർ ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ അയാൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇനി ഞാൻ പറഞ്ഞു ഇച്ചിരി കൂടുതൽ വീശു. അല്ല, ABC മോഡലില്, ABCD മോഡല്, നമ്മള് ആക്ടിവേറ്റിംഗ് ഇവന്റ് എന്ന് പറയുമ്പോൾ മീറ്റിംഗ് എ ഫ്രണ്ട് ആൻഡ് ഹി ഇഗ്നോർസ്, അതാണല്ലോ ആക്ടിവേറ്റിംഗ്. അപ്പൊ അതിന്റെ കോൺസിക്വൻസ് ആണ് ഇമോഷണൽ ആയിട്ട് അയാൾ സാഡ് ആവും, അയാൾക്ക് ആങ്കർ ഉണ്ടാവും, ഫിസിയോളജിക്കലായിട്ട് ഉണ്ടാവും, പിന്നെ ബിഹേവിയർ പിന്നെ സെക്കൻഡിലോട്ട് വരും, അല്ലേ? ബിഹേവിയർ എന്ന് പറയുമ്പോൾ ബിഹേവിയറിലായിട്ട് പിന്നെ ഒരു ഫ്രണ്ട് ഇങ്ങോട്ട് ഹായ് പറഞ്ഞാൽ ഈ പുള്ളി ഹായ് പറയത്തില്ല. എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? അതെ, അതിലേക്ക് നമ്മൾ പോകും. അതിലേക്ക് വെയിറ്റ് ചെയ്യും. ഇനി ആരെ കണ്ടാലും നോക്കിയിട്ടേ ഹായ് പറയൂ, ചിന്തിച്ചിട്ടേ പറയൂ. അത് അങ്ങനെയല്ല, നമുക്ക് അറിയാവുന്ന ഒരാൾ നമ്മളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഫീലൊക്കെ ഉണ്ടാവുന്നത്. നമ്മളെല്ലാരോടും ഹായ് ഹായ് പറയില്ലല്ലോ. ഇല്ല. ശരി, അപ്പൊ ഇതിന്റെ അടുത്ത ഇതിലേക്ക് പോവാം. നമുക്കിപ്പോ ഹസീന മാഡം, അത് ക്ലിയർ ആയോ? ഞാനിവിടെ പറയുന്നുണ്ടായിരുന്നു, ഓക്കെ. അപ്പോ ഹസീന മാഡം ഞാനും നല്ല കൂട്ടാണ്. ഹസീന മാഡത്തെ ഞാൻ വഴിയിൽ വെച്ച് കാണുന്നു, ഞാൻ ഹായ് പറയുന്നു. ഹസീന മാഡം കണ്ട പാട് പോലും നടിക്കാതെ നടന്നു പോകുന്ന സമയത്ത് എനിക്ക് ഒരു തോട്ടുണ്ടാകുന്നു, എന്നെ ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ടാണ്, അല്ലെ, എന്റെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെ, എന്നൊക്കെയുള്ള തോട്ട്, അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള തോട്ട് വരുന്നു. പിന്നെ ഞാൻ വളരെ സാഡ് ആവുന്നു. ഇനി വേറൊരാള്, കവിത മേഡം എന്നെ വഴിയിൽ വെച്ച് കണ്ടു, കവിത മേഡം ഇങ്ങോട്ട് ഹായ് പറഞ്ഞിട്ട് ഞാൻ ഹായ് പറയാതെ മുഖം തിരിച്ചങ്ങ് പോകുന്നു. അപ്പോ ഇതാണ് സംഭവിച്ചത്. പക്ഷേ വേറൊരാള്
സജീർ സാറ് വഴിയിലൂടെ നടന്നു പോവുകയാണ്. നടന്നു പോയ സമയത്ത് അതുവഴി സജീർ സാറിന്റെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് പോകുന്ന സമയത്ത് സജീർ സാർ ഹായ് എന്ന് പറഞ്ഞു. ആ സുഹൃത്ത് കണ്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല, തിരിച്ച് ഹായ് പറഞ്ഞില്ല. സജീർ സാറ് വീട്ടിൽ പോയിട്ട് വേറൊരു ഫ്രണ്ടിനെ ഫോൺ ചെയ്ത് വിളിച്ചു. എന്നിട്ട് ആ ഫ്രണ്ടിനോട് പറയാണ്, നമ്മുടെ മറ്റേ ഷാൽ ഉണ്ടല്ലോ, ഷാലിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു, എന്നോട് സംസാരിച്ചില്ല കേട്ടോ. അപ്പോഴവര് പറയണ, അവനങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും സംസാരിച്ചു. ഒരു സാഡ് ഫീലിംഗും ഇല്ല, ഒരു ആൻഷ്യസ് ഫീലും ഇല്ല. അപ്പൊ ഒരുപോലെയുള്ള ആക്ടിവേറ്റിംഗ് ഇവന്റ് ആണ്. പക്ഷെ എന്റെ തോട്ട് എന്തായിരുന്നു, ഞാൻ കൊള്ളാത്തത് കൊണ്ടാണ് ആ വ്യക്തി എന്നോട് സംസാരിക്കാത്തത്. എന്നാൽ സജീർ സാർ ചിന്തിച്ച് എന്താണെന്നറിയാമോ, എന്റെ പ്രായമായിരുന്നു അവന്. എനിക്ക് 39 വയസ്സ്, അവന് 39 വയസ്സ്. എനിക്ക് നന്നായിട്ട് കണ്ണ് കാണാം, പക്ഷെ അവന് കണ്ണ് കാണാൻ വയ്യ. അടുത്ത് ഇവനെ കാണുന്ന സമയത്ത് ഒരു കണ്ണട വെക്കാനായിട്ട് എന്തായാലും ഞാൻ അവരോട് പറഞ്ഞിരിക്കും. തോട്ടിന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലായോ? ബിലീഫിന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ABCD നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിലൂടെ നമ്മൾ എന്തോ ചെയ്യുകയാണ്, അവരുടെ ബിലീഫിനെ മാറ്റാനായിട്ട് നമ്മൾ സഹായിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. എന്താണ് ഡി? ഡിസ്പ്യൂട്ട്. ഓൾഡ് ബിലീഫിനെ, അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള ബിലീഫിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റാഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് തോട്ട് വെച്ച് റീപ്ലേസ് ചെയ്യിപ്പിക്കാനായിട്ട് സഹായിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ക്ലയന്റിനെ ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പ്രേരിപ്പിക്കും. ഒന്നാമതായിട്ട് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം, അല്ലെ? ആ വ്യക്തി നിങ്ങളെ ബോധപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല. ബോധപൂർവ്വം ഒഴിവാക്കിയതാണെങ്കിൽ അത് നിങ്ങളെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു ഇല്ല എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ? അയാള് ബോധപൂർവ്വം ഒഴിവാക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അയാൾ ഒഴിവാക്കാനായിട്ട് വേറെ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കാം. ചിലപ്പോ അയാൾ വളരെ വേറെ ചിന്തകളായിരിക്കാം, ചിലപ്പോ അയാൾക്ക് വേറെ തോട്ട്സ് ഉണ്ടാകാം. ചിലപ്പോ അയാൾക്ക് വലിയൊരു ചിലപ്പോ നിങ്ങളെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ട് കണ്ടതുകൊണ്ടായിരിക്കും അയാൾ മൈൻഡ് ചെയ്യാതെ പോയത്. അയാൾ വളരെ ഹറിയിൽ പോവുകയാണ്. ആ ഷാല് തന്നല്ലോ, നമുക്ക് നാളെ കാണുമ്പോൾ പറയാമല്ലോ, എനിക്കൊരു തിരക്കുണ്ടായിരുന്നു, അത്രയും നല്ല അടുപ്പം ഉണ്ടായിരുന്നു എന്ന് കരുതിയോണ്ടായിരിക്കും അയാൾ നിങ്ങളെ കാണാതെ പോയത്. അങ്ങനെയും ചിന്തിക്കാം. ഈ ഞാൻ കൊള്ളാത്തോണ്ടാണ് എന്നെ കണ്ടിട്ട് കാണാതെ പോകുന്നതെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ ചിന്തയല്ലേ? അത് സത്യമല്ലെങ്കിൽ കൂടെ. സോ അങ്ങനെയുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള തോട്ട് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യും. ഇനി അയാൾക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നെങ്കിലും, അയാൾക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ടാണ് അയാള് പിന്നെ കൈ കാണിച്ചിട്ട് തിരിച്ച് കാണിക്കാത്തത്, അത് ഞാൻ മോശമാണെന്നുള്ളതിന് വല്ല പ്രൂഫും ആണോ? അല്ല. ഇനി ഒരാൾ എന്നെ നോക്കി ഹായ് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് എത്ര പേര് എന്നെ നോക്കി ഹായ് പറഞ്ഞിട്ടുണ്ട്? മറ്റുള്ളവർ എന്നെ സ്നേഹിക്കണം, മറ്റുള്ളവർ എന്നെ അപ്രൂവ് ചെയ്യണം, മറ്റുള്ളവർ എന്നെ ഹായ് പറയണം എന്നൊക്കെ ആ ഒരു മസ്റ്റ്, അല്ലെ? ഏലിസ് പറയുന്ന ആ മസ്റ്റ്, ദേ മസ്റ്റ് ലവ് മീ, ദേ മസ്റ്റ് അപ്രൂവ് മീ, ദേ ഷുഡ് എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് ശരിയാണോ? അല്ല. പ്രാക്ടീസ് ചെയ്യാൻ ഡിഫിക്കൽട്ടെന്നാണോ? അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റല്ലേ എന്നല്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ. എല്ലാവരും മസ്റ്റായിട്ട് എന്നെ സ്നേഹിക്കണം, അല്ലെങ്കിൽ എന്നെ കണ്ട ഹായ് പറയണം എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല, അങ്ങനെ പറയാനും പറ്റില്ല. അങ്ങനെയുള്ള മസ്റ്റുകളെയും ഷുഡുകളെയും നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യണം. അതിനെ നമ്മൾ കോടതി കയറ്റി നിർത്തണം. നമ്മുടെ മനസ്സിന്റെ
കോടതി കയറ്റി നിർത്തണം. എന്നിട്ട് നമ്മൾ ചോദിക്കണം, ഇങ്ങനെ മസ്റ്റും ഷുഡും ഒക്കെ പിടിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? എല്ലാവരും എന്നെ അപ്രൂവ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? അപ്പൊ ഈ ഡിസ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന സംഭവം വലിയൊരു സംഭവമാണ്. ധാരാളം ടെക്നിക്കുകൾ, സോക്രാറ്റിക് ക്വസ്റ്റ്യനിങ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ ഇംപിരിക്കൽ ഡിസ്പ്യൂട്ടേഷൻ ചെയ്യാറുണ്ട്, ഇൻഡക്റ്റീവ് ക്വസ്റ്റ്യനിങ് ചെയ്യാറുണ്ട്, ലോജിക്കൽ ഡിസ്പ്യൂട്ടേഷൻ ഉണ്ട്, വെയിറ്റിംഗ് അപ്പ് ദ എവിഡൻസ് ഉണ്ട്, സെറ്റിംഗ് അപ്പ് എക്സ്പെരിമെന്റ് ഉണ്ട്, ഡയറക്റ്റ് ഇംപീരിക്കൽ ഡിസ്പ്യൂട്ട് ഉണ്ട്, ഗൈഡഡ് ഡിസ്കവറി ഉണ്ട്, പ്രാഗ്മാറ്റിക് ഡിസ്പ്യൂട്ടേഷൻ ഉണ്ട്. ഇങ്ങനെ ധാരാളം ടെക്നിക്കുകൾ നമ്മൾ ക്ലയന്റിനെ പഠിപ്പിച്ച് ഡിസ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കാറുണ്ട്. അപ്പൊ നമുക്ക് വേറൊരു കുറച്ചുകൂടെ നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഈ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഡിസ്പ്യൂട്ടേഷൻ ടെക്നിക്കുകൾ നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയോ? കുറച്ച് മനസ്സിലായി. അത് മതി. ശരി, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. നമ്മുടെ ഗ്രൂപ്പ് ഓപ്പൺ ആണ്. പ്രത്യേകിച്ച് എനിക്ക് ആ ഗ്രൂപ്പ് എപ്പോഴും ഓപ്പൺ ആക്കി വെക്കണമെന്നാണ് ഒരു ആഗ്രഹം. പക്ഷെ ചിലർക്കെങ്കിലും ഇങ്ങനെ അറിയാതെ പലതും അവിടെ ഷെയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ് ഞാൻ ക്ലോസ് ചെയ്ത് വെക്കുന്നത്. ഒരാൾ എന്തെങ്കിലും ഷെയർ ചെയ്താൽ നമ്മളെ അടുത്തൊരാൾക്ക് ഷെയർ ചെയ്യാൻ തോന്നും, അങ്ങനെയുള്ളവർ. നമ്മൾ പ്രധാനമായിട്ടും മെന്റസിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ നടക്കുന്ന ക്ലാസ്സുകൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പങ്കിടുന്നത്. അതുകൂടാതെ ഞാനിപ്പോ ലയോളയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് സാർ ഇപ്പൊ ADHD കുറിച്ച്